നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ മാന്നാമംഗലത്ത് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കൈമാറാൻ തീരുമാനമായി. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് UDF മാർച്ച്. ലഹരിക്കെതിരെ തൃശൂർ ജവഹർ ബാലഭവനിലെ 750 കുട്ടികൾ കലാരാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർക്കൊപ്പം കൈകോർത്തു. നടത്തറ പഞ്ചായത്തിലെ കൊഴുക്കുള്ളി ശിങ്കാരിക്കുളത്ത് കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാർത്തകൾ വിശദമായി. പുത്തൂർ മാന്നാമംഗലത്ത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള ഭൂമി സാംസ്കാരിക വകുപ്പിന് കൈമാറാൻ ധാരണയായി. തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 1 ഏക്കർ ഭൂമി കൈമാറും. ഭൂമി പാട്ടത്തിന് അനുവദിക്കണമെന്നായിരുന്നു ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആവശ്യം. പുത്തൂർ അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒല്ലൂർ ടൂറിസം കോറിഡോറിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് റവന്യൂ മന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് ഭൂമി സാംസ്കാരിക വകുപ്പിന് കൈമാറുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെ 120 കോടി രൂപ പദ്ധതി ചിലവ്. തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായാൽ പ്രാദേശിക വികസനത്തിന് ആക്കം കൂട്ടും. നടപടികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചു. റവന്യൂ സാംസ്കാരിക പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദിഷ്ട ഭൂമിയിൽ സംയുക്ത പരിശോധന നടത്തും. ഭൂമി കൈമാറ്റ നടപടി പൂർത്തിയാകുന്ന മുറയ്ക്ക് തിയേറ്റർ കോംപ്ലക്സിനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. സംയുക്ത പരിശോധനയ്ക്കൊപ്പം DPRനുള്ള നടപടികളും വേഗത്തിലാക്കാൻ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തിയേറ്റർ നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് പരിശോധനയ്ക്കുള്ള നടപടികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ വിദഗ്ധരെ ചുമതലപ്പെടുത്തി. മന്ത്രിമാർക്ക് പുറമെ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായി പങ്കെടുത്തിരുന്നു. ഖൽദായ കൺവെൻഷൻസ് ആരംഭിച്ചു. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭയുടെ 34ാമത് കൽദായ കൺവെൻഷൻ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഫാദർ നിജിൽ ജേക്കബ് വർഗീസ് സുവിശേഷ ദൂത് പങ്കുവച്ചു. ഫാദർ റൂണോ വർഗീസ്, ഫാദർ ജാക്സ് ചാണ്ടി, ഫാദർ സിൻഡോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഓശാന ഞായറോടെ സമാപിക്കും. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ ചേപ്പലക്കോട്, അകമല പ്രദേശങ്ങളിലെ കാട്ടാന ഭീതി അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് പതിവാണ്. പ്രതിഷേധ മാർച്ച് മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. NA സാബു അധ്യക്ഷനായി. CV കുര്യാക്കോസ്, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സെലക് മുഹമ്മദ്, K അജിത് കുമാർ, രവി പോലുവളപ്പിൽ തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വം നൽകി. ഞങ്ങൾ പറയുന്നു, ഇവിടെ ജനിച്ചു വീണ ഒരു ജീവി അത് മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ നിലനിൽക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് മനുഷ്യരുടെ നിന്ന് ജനപ്രതിനിധികളായി വന്ന സംസ്ഥാനം ഭരിക്കുന്നവരായാലും കേന്ദ്രം ഭരിക്കുന്നവരായാലും ആദ്യം ശ്രമിക്കേണ്ടത്. ആ ഒരു ശ്രമം പാളിപ്പോകുമ്പോൾ അത് നിലനിൽക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആദ്യം പറയുന്നത്. സ്വന്തം കൃഷിയിടങ്ങൾ, സ്വന്തം മിത്രങ്ങളായിട്ടുള്ള ജന്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സഹവർത്തികളായിട്ടുള്ളവരെയൊക്കെ കൊന്നെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എല്ലാ കൃഷിയിടങ്ങളും ജീവിക്കാൻ വേണ്ടി വെച്ച കൃഷിയിടങ്ങൾ, അത് നെല്ലായാലും അല്ലെങ്കിൽ ചക്കയായാലും കൊള്ളിയായാലും ചേമ്പായാലും ചേനയായാലും എന്തുമെന്നാലും അതെല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ. പന്നിയെ പോലും വിടുവിക്കാൻ പറ്റില്ല. മൃഗങ്ങൾ പുലി ഇന്ന് നാട്ടിലിറങ്ങി നഗരത്തിലും പട്ടണത്തിലും അതീവമായ രീതിയിൽ ജനങ്ങളെ ആക്രമിക്കുന്നു, മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു. ലഹരിയല്ല ഹരം, ജീവിതമാണ് ഹരം എന്ന മുദ്രാവാക്യവുമായി വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ തൃശൂർ ജവഹർ ബാലഭവനിലെ 1ാം ക്ലാസ് മുതൽ +1 വരെയുള്ള 750ഓളം കുട്ടികളും കലാരാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സ്വരാജ് റൗണ്ടിൽ കൈകോർത്തു. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായി ലഹരി വിമുക്തി ആദ്യം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നാണെന്നും ബാലഭവന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും കൂട്ടിച്ചേർത്തു.
തൃശൂർ ASI സനീഷ് ബാബു, ബാലഭവൻ കോർഡിനേറ്റർ നാരായണൻ, കോലഴി ബാലഭവൻ സ്റ്റാഫ് ജോയ് വർഗീസ് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. തൃശൂർ ജവഹർ ബാലഭവനും തൃശൂർ സിറ്റി പോലീസും സംയുക്തമായിട്ടാണ് ലഹരിക്കെതിരെയുള്ള ഈ ഒരു വളരെ പുതുമയുള്ള എന്നാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. തൃശൂർ സിറ്റി പോലീസിനെയും ജവഹർ ബാലഭവനെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ ലഹരിയാക്കേണ്ടത് ജീവിതമാണ് ലഹരിയാക്കേണ്ടത്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ കലയാണ് ലഹരിയാക്കേണ്ടത്. ഏറ്റവും വലിയ കല പൊട്ടിക്കയറുന്ന തെക്കേ ഗോപുരനടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇലഞ്ഞിത്തറ മേളവും അതുപോലെ തന്നെ മഠത്തിലെ വരവ് പഞ്ചവാദ്യവും ലഹരിയാക്കിയവരാണ് നമ്മൾ. തെക്കേ ഗോപുരനടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് ദർബാർ എന്ന് പറയാവുന്ന കൂടിക്കാഴ്ചയായ തെക്കോട്ടിറക്കത്തിൻ്റെ നിറപ്പകട്ടിൻ്റെ വർണ്ണമേളം ലഹരിയാക്കിയവരാണ് നമ്മൾ. ആരെയും ആളുകളും ഒന്നായി ചേരുന്ന തൃശ്ശൂർ പൂരത്തിന് എങ്ങനെയാണോ ബഹുപുരുഷാരങ്ങൾ 10 ലക്ഷത്തിലധികം എന്നാണ് കഴിഞ്ഞ വർഷം കേരള പോലീസ് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് ആളുകൾ എത്തിച്ചേരുന്നത്? നമ്മുടെ ലഹരി എപ്പോഴും ജീവിതമായിരിക്കണം, കലയായിരിക്കണം, സംസ്കാരമായിരിക്കണം, ഒപ്പം കളികളായിരിക്കണം, വിനോദമായിരിക്കണം. ഈ ഒരു പരിപാടി വിഭാവനം ചെയ്ത തൃശ്ശൂർ ജവഹർ ബാലഭവൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡിലുള്ള ശ്രീ അനീസ്, അതുപോലെ എൻ്റെ ചിരകാല സുഹൃത്തായിട്ടുള്ള കോലഴി നാരായണൻ, അതുപോലെ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ, അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിന് കൈകോർക്കുന്ന എനിക്ക് ഏറ്റവും ബന്ധമുള്ളവരാണ് കേരള പോലീസ്. കേരള പോലീസിൻ്റെ ഒട്ടനവധി പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. സിറ്റി പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. തുടങ്ങാം. ബാല്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എല്ലാ കുട്ടികൾക്കും ഇതൊരു വലിയ ഉപദേശമല്ല, ഇതൊരു സ്നേഹപൂർവമായ ഒരു സന്ദേശമാണ്. ലഹരിക്കെതിരെ നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരോടും പറയുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ഏവർക്കും ആശംസകൾ. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പോലീസിൽ നിന്നുള്ള പ്രതിനിധി സഖാവ് സനീഷ് സാറിനെ വളരെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനീഷ് ബാബു. ഞങ്ങളുടെ തൃശ്ശൂർ സിറ്റി നാർക്കോട്ടിക്സ് സെല്ലിൻ്റെ ചാർജുള്ള ഓഫീസറാണ്. ഇത്തരത്തിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് ലഹരിക്കെതിരെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമാകാൻ ജവഹർ ബാലഭവന് സാധിച്ചിരിക്കുകയാണ്. ഈ നിൽക്കുന്ന കുട്ടികളെല്ലാവരുടെയും കയ്യിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലക്കാർഡുണ്ട്. അത് അവരുടെ കയ്യിലുള്ള ഒരു പോസ്റ്റ് മാത്രമാകാതെ ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഈ നിൽക്കുന്ന ഓരോ കുട്ടികളും നാളെയുടെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇവരെല്ലാം കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിരി ഉണ്ടാകണം. നിങ്ങളുടെ ഈ കയ്യിലെഴുതിയ പോസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മധ്യപ്രദേശിൽ ക്രിസ്തുമത വിശ്വാസികൾക്കും വൈദികർക്കും നേരെ ഉണ്ടായ RSS ആക്രമണത്തിൽ CPIM പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM ഓട്ടുപാറ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP മദനൻ, PN അനിൽകുമാർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം TR രജിത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ S രാമചന്ദ്രൻ, KU പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. CPIM വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം KO വിൻസെന്റ് സ്വാഗതം ആശംസിച്ചു. PS സുധീഷ് കുമാർ പ്രതിഷേധ യോഗത്തിന് നന്ദി അറിയിച്ചു. സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച രീതിയിൽ ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ മിഷണറിമാരെയും പുരോഹിതന്മാരെയും കന്യാസിമാർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആ ആളുകളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന RSS ആണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ 2014 BJP അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള അത്തരം വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP സ്വീകരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ പട്ടിക്കാട് വനം വകുപ്പ് ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്. വന്യമൃഗ ആക്രമണത്തിനെതിരെ മൗനം പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്ന മുദ്രാവാക്യമായിരുന്നു ഉയർത്തിയിരുന്നത്.
പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പട്ടിക്കാട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. UDF ചെയർമാൻ KP ചാക്കോച്ചൻ അധ്യക്ഷനായി. വന്യജീവികളെ സംരക്ഷിക്കുക മാത്രമാണ് വനം വകുപ്പിന്റെ കടമ എന്നാണ് സർക്കാർ നിലപാട്. മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണിത്. UDF നേതാക്കളായ PM ഏലിയാസ്, ലീലാമ തോമസ്, ജോബി, പുഷ്പാങ്കദൻ, സിജോ കടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിർത്തി നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ വന്യജീവിയാണ് കടുവ. കടുവയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദേശീയപുറത്തിന്റെ ആ ആധികാരികമായ ടെറിട്ടറി അല്ലെങ്കിൽ അതിന്റെ അതിർത്തി എന്ന് പറയുന്നത് 20 സ്ക്വയർ കിലോമീറ്ററാണ്. 151 കടുവകളുടെ സ്ക്വയർ കിലോമീറ്റർ നിങ്ങൾ കണക്കിലാക്കിയാൽ 3000-ൽ പരം സ്ക്വയർ കിലോമീറ്റർ ആ വയനാട് കാടുകൾക്ക് വേണം. പക്ഷേ കേവലം 354 സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന ആ വയനാട് കാടിലെ 151 കടുവകൾ മാത്രമല്ല, 20 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ ഒരു കടുവയാണ് രാജാവായി മാറുന്നുണ്ടെങ്കിൽ അവിടേക്ക് മറ്റുള്ള കടുവകളെ ഒന്നും അടുപ്പിക്കില്ല എന്നുള്ള ആ ശാസ്ത്രീയമായ കാര്യം വനംവകുപ്പിനറിയാം. അപ്പോഴാണ് ആ വനത്തിൽ നിന്ന് കടുവകൾ നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വയനാട് പ്രദേശങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് കടുവകളെ കാണുന്നതും ആ കടുവകൾ മനുഷ്യരെ കൊന്നൊടുക്കുന്നതും. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന വനം വകുപ്പല്ലേ എന്തുകൊണ്ട് അതിന് മറ്റൊരു പോംവഴി ചെയ്തുകൂടാ? വിദേശ രാജ്യങ്ങളിൽ എന്തിനേറെ പറയുന്നു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലധികമായ കടുവകളെ തിരിച്ചുകൊണ്ട് മറ്റ് കടുവാ സങ്കേതത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ ഈ വനം വകുപ്പിനുണ്ട്. പക്ഷെ കേരളത്തിൽ അതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് വയനാടിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? വയനാടിൽ അവൈലബിളായ അല്ലെങ്കിൽ ലഭ്യമായ കാടിനുള്ളിൽ സെന്ന എന്ന് പറയുന്ന ഒരു തരം കൊന്ന, മഞ്ഞപ്പൂണ്ടാകുന്ന സെന്ന എന്ന് പറയുന്ന കൊന്ന ഇന്ന് വയനാട് കാടിനെ മുഴുവൻ നെറ്റിയിരിക്കുകയാണ്, മുഴുവൻ മൂടിയിരിക്കുന്നു. വയനാട്ടിലെ കാടിനെ മുഴുവൻ ഇത് മൂടിക്കഴിയുമ്പോൾ വനമാണ് നശിച്ചു പോകുന്നത്. എന്തുകൊണ്ട് ഈ സെന്ന പടർന്ന് പിടിക്കുമ്പോഴേക്കും അതിനെ മാറ്റിയെടുക്കാൻ കേരളത്തിലെ വനംവകുപ്പിന് സാധിച്ചില്ല? നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ വളർത്തുന്ന കൊങ്ങിനിയുണ്ട്. ആ കൊങ്ങിനിയാണ് മറ്റൊരു ശാപമായി നമുക്കിന്ന് കാടുകളിൽ കാണുവാൻ സാധിക്കുന്നത്. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സ്മാരക പ്രഥമ യുവ കാവ്യ പുരസ്കാരം അമൃത കേളകം രചിച്ച 2 ഇലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കാവ്യ സമാഹാരത്തിന് നൽകാൻ പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചു. നാട്ടുഭാഷയുടെ കിളിർപ്പും തളിർപ്പുമുള്ള കവിതകളാണ് അമൃത കേളകത്തിന്റേത്. പുതുകവിതയുടെ വൈവിധ്യങ്ങളും പരമ്പരാഗത കാവ്യാനുശീലനങ്ങളും സ്വായത്തമാക്കിയ കാവ്യശൈലി സവിശേഷമായ സൗന്ദര്യ മുഖമുദ്രയാണ്. ഇരുട്ടു പിഴിഞ്ഞെടുത്ത നിലാവിന്റെ തുള്ളികളെ തന്റെ രചനയിലേക്ക് കുടിയിരുത്താൻ അമൃതയുടെ തൂലിക വഴക്കം അഭിനന്ദനാർഹമാണ്. ജനകീയമായ ഇച്ഛകളുടെയും സാമൂഹ്യ മാറ്റത്തിന്റെയും സമ്മിശ്ര അനുഭൂതിയിലൂടെ ജീവിതത്തിന്റെ മിടിപ്പായി മാറിയ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ പേരിലുള്ള പുരസ്കാരം അർഹമായ കൈകളിലാണ് സമർപ്പിക്കുന്നത്. കവി അമൃത കേളകം കണ്ണൂർ ജില്ലയിലെ കേളകം സ്വദേശിയാണ്. പ്രശസ്തി പത്രവും ഫലകവും 3331 രൂപയുമാണ് പുരസ്കാരം. ഏപ്രിൽ 19 വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന CPI ഓഫീസ് ഹാളിൽ വയലാറിന്റെ 97ാം ജന്മവാർഷികാഘോഷ സമ്മേളനത്തിൽ വെച്ച് അമൃത കേളകത്തിന് പുരസ്കാരം സമർപ്പിക്കും. പ്രസിഡന്റ് EM സതീശൻ, സെക്രട്ടറി MU കബീർ, ട്രഷറർ MA വേലായുധൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, fully automatic മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. BJP തൃശൂർ നിയോജക മണ്ഡലം സജീവാംഗങ്ങളുടെ കൺവെൻഷൻ നടന്നു. ജില്ലാ ആസ്ഥാനമായ നമോ ഭവനിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ രാഷ്ട്രീയ വിഷയങ്ങളെ അധികരിച്ച് പ്രിന്റു മഹാദേവ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, സബീഷ് മരുതിയൂർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ കുമാർ സ്വാഗതം ആശംസിച്ചു. ജസ്റ്റിൻ ജേക്കബ്, ടോണി ചാക്കോള, NP മുരളീനാഥ്, കൃഷ്ണമോഹൻ, നിമേഷ് പല്ലിശ്ശേരി എന്നിവരും സംസാരിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം, തൃശൂരിന് 3ാം സ്ഥാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി 2025 മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജില്ലകൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. തൃശൂർ ജില്ലയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ നേടി. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തച്ചേലിക്കര പുത്തൻപുരയിൽ സ്കറിയ ഭാര്യ മറിയാമ്മ മെമ്മോറിയൽ പേരിൽ നടത്തുന്ന ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് പുത്തൻകാട് മൂത്താരുകുന്ന് പാടത്താണ് സംഘടിപ്പിച്ചത്. ആദ്യ മത്സരത്തിന്റെ ഉദ്ഘാടനം ഏഴാംകല്ല് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PS ബാബു, വാർഡ് മെമ്പർ ഡെയ്സി ജേക്കബ്, മുൻ പഞ്ചായത്ത് മെമ്പർ KM ശിവൻ, ക്ലബ് പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ, സെക്രട്ടറി KR കൃഷ്ണകുമാർ, ട്രഷറർ KR ശങ്കരനാരായണൻ, വിഷ്ണു എന്നിവർ സംസാരിച്ചു. 10, 11, 12 തീയതികളിലാണ് ടൂർണമെന്റ്. ഫൈനൽ മത്സരം 12-ാം തീയതി. റവന്യൂ മന്ത്രി K രാജൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് TG പുരുഷോത്തമൻ, ജിതിൻ MS, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്നുള്ള സമാപന പൊതുയോഗത്തിൽ നടക്കും. ആവശ്യമാണ്. ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒന്നിച്ചു കൂടാവുന്ന കളിസ്ഥലങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ഇങ്ങനെയുള്ള അതുപോലെ പൊതുവിദ്യാലയങ്ങൾ, ഇങ്ങനെയുള്ള പൊതു ഇടങ്ങൾ, അതുപോലെ ഫുട്ബോൾ നമ്മൾ ഒന്നിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള ഈ ടൂർണമെന്റിലേക്ക് എന്നെ വിളിച്ചതിന് ഇതിനെല്ലാ സംഘാടകരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി 7ാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാവരുടെയും ആശീർവാദത്തോടെ, അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. പട്ടികജാതി പട്ടികവർഗ വികസന നയം രൂപീകരിക്കുക, ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുക, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക, മയക്കുമരുന്ന്, തീവ്രവാദം എന്നിവയിൽ കേരളത്തെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനജാഗരണ ജാഥ നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജനജാഗരണ യാത്ര നടത്തും. 14 ജില്ലകളിലും കളക്ട്രേറ്റുകൾക്ക് മുൻപിൽ ധർണയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ P സുധാകരൻ, K ഷൈനു, MV മധുസൂദനൻ, പ്രസാദ് കാക്കശ്ശേരി, PN അശോകൻ എന്നിവർ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്തിലെ കൊഴുക്കുള്ളി ശിങ്കാരിക്കുളത്ത് കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കൊഴുക്കുള്ളി സ്വദേശികളായ ആനന്ദൻ, 6 വയസ്സുള്ള പ്രതിക, ജസ്വി എന്നിവർക്കാണ് കടിയേറ്റത്. 3 പേരെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. പേവിഷബാധ നിരീക്ഷണത്തിനായി കടിച്ച നായയെ നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് ചത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ പേവിഷബാധ ഉണ്ടെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയുള്ളൂ.
മാർ എസ്തപ്പാനോ സഹദ പള്ളി നെല്ലങ്കര ഇടവകയിൽ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ ചാർജ് എടുത്തു. 2025-28 കാലഘട്ടത്തിലെ കൈക്കാരന്മാരായി തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, സഭാ കൌൺസിൽ അംഗങ്ങളായി ഹെലൻ ബാബു, ജിൻസൺ പോൾ, ജീസ് എ.ജെ, വിനീഷ് കെ ലാസർ എന്നിവർ ഞായറാഴ്ച അഭിവന്ദ്യ മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ചാർജ് എടുത്തു. ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ മൈക്കിൾ പി വള്ളവന്ത്ര സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൈക്കാരന്മാർക്കും സഭാ കൌൺസിൽ അംഗങ്ങൾക്കും അഭിവന്ദ്യ മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തിരുമേനി റോസാപ്പൂക്കൾ കൊടുത്ത് സ്നേഹാദരവ് നൽകി. ഇടവകയിലെ സഹവികാരി റവറൻ ഫാദർ MD അബി ദൈവനാമത്തിൽ ആശംസകൾ അറിയിച്ചു. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി ഏപ്രിൽ 12-ന് 4 മണിക്ക് തൃശൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ചിനു ശേഷം EMS സ്ക്വയറിൽ പൊതുസമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, MLA പി ബാലചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, DCC സെക്രട്ടറി ജോസഫ് ടാജറ്റ്, CPI സെക്രട്ടറി KK വത്സരാജ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഫസൽ തങ്ങൾ, PU അലി, CV മുസ്തഫ സഖാഫി, ഷമീർ എറിയാട്, വാഫിദ് സഖാഫി എന്നിവർ പങ്കെടുത്തു. ബാംഗ്ലൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പുത്തൂർ മാന്നാമംഗലം സ്വദേശിയായ യുവാവ് മരിച്ചു. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന മാന്നാമംഗലം സ്വദേശി നെല്ലിക്കാമലയിൽ ബിജുവിന്റെ മകൻ 20 വയസ്സുള്ള എൽദോസ് ആണ് മരിച്ചത്. പഠനകാര്യവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു കാർ വന്നിടിക്കുകയായിരുന്നു. മാന്നാമംഗലം നെല്ലിക്കാമലയിൽ ബിജുവിന്റെയും ആശയുടെയും 2 മക്കളിൽ മൂത്ത മകനാണ് എൽദോസ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മാന്നാമംഗലം സെന്റ് മേരീസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ നടത്തി. എൽബിനാണ് സഹോദരൻ. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. വിശ്വദീപ്തി തട്ടിപ്പ് കേസിൽ മാനേജരായ ജീവലത റിമാൻഡിൽ. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വല്ലച്ചിറ സ്വദേശിയിൽ നിന്ന് 13,50,000 രൂപ, തലോർ സ്വദേശിയിൽ നിന്ന് 1 ലക്ഷം, കോണത്ത് സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം എന്നിങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റായി വാങ്ങി പലിശ നൽകാതെ നിക്ഷേപിച്ച പണം തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് സ്ഥാപനത്തിന്റെ മാനേജറായ മുട്ടിത്തടി സ്വദേശിനി അറക്കൽ വീട്ടിൽ ജീവലത പോലീസ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ജീവലതയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ ക്ലീറ്റസ്, പ്രസന്നകുമാർ, ASI സുനിത, ഷാബു, CPOമാരായ സിജു, ജോവിൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മദ്യപിച്ച പണം ചോദിച്ചതിനുള്ള വിരോധത്താൽ സോഡ കുപ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഗുണ്ട റിമാൻഡിൽ. കാട്ടൂരുള്ള ബാറിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന എടത്തിരുത്തി വെസ്റ്റ് സ്വദേശി കൊല്ലാറ വീട്ടിൽ മോഹൻലാൽ എന്നയാളെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാട്ടൂർ മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവിനെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, SIമാരായ ബാബു ജോർജ്, തോമസ്, നൌഷാദ്, ASI അസീസ്, SCPOമാരായ ബിന്നൽ, കിരൺ, CPO അബീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് 3,60,000 രൂപ അക്കൗണ്ട് മുഖേന അയച്ച് കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം ചെയ്ത ജോലിയോ പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് കൊരട്ടി ചിറങ്കര സ്വദേശി മുളിയംപറമ്പിൽ വീട്ടിൽ വൈശാഖിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദീപക്, ഷെഫീഖ്, സുജിത് എന്നിവരാണ് വൈശാഖിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേൾവിക്കുറവുള്ളയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 യുവാക്കൾ റിമാൻഡിൽ.
ഊരകം കണ്ടേശ്വരം സ്വദേശി കുന്നത്തുകാട്ടിൽ വീട്ടിൽ മണിക്കാണ് ഗുരുതര മർദ്ദനമേറ്റത്. ചൂളകട്ടുകൊണ്ടെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കിഴുത്താണി സ്വദേശികളായ വിഷ്ണുപ്രസാദ്, ബാസിയോ, സീജൻ, ആദർശ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ സജിബാൽ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിന്ധി, സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ ഗോകുൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ മാന്നാമംഗലത്ത് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കൈമാറാൻ തീരുമാനമായി. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് UDF മാർച്ച്. ലഹരിക്കെതിരെ തൃശൂർ ജവഹർ ബാലഭവനിലെ 750 കുട്ടികൾ കലാരാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർക്കൊപ്പം കൈകോർത്തു. നടത്തറ പഞ്ചായത്തിലെ കൊഴുക്കുള്ളി ശിങ്കാരിക്കുളത്ത് കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.